Hi everyone, welcome back to iPlus Training Solutions. So, സെറ്റിന്റെ റിസൾട്ട് ഒക്കെ വന്ന് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് ഒന്നോ രണ്ടോ മാർക്കിനോ അല്ലെങ്കിൽ വളരെ കുറച്ച് പെർസെൻറ്റേജിനൊക്കെ സെറ്റ് മിസ്സായവരും കാണാം. സോ നമുക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും നമ്മൾ ഏത് പോർഷനാണ് കുറച്ചും കൂടി ഹാർഡായിട്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ നമുക്ക് മനസ്സിലായി കാണും. ഒട്ടും തന്നെ വിഷമിക്കേണ്ട, നമുക്ക് അടുത്തൊരു ടൈമിൽ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഈ ഒരു എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക കേട്ടോ. സോ നമുക്ക് ഈ ചെറിയ മാർക്കിന് പോയവരാണെങ്കിലും അല്ലെങ്കിൽ ജയിച്ചവരാണെങ്കിൽ പോലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടാവാം ഇതെന്താണ് എന്നുള്ളതൊക്കെ. അപ്പം ഈ ഒരു സെക്ഷനിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ 2026 ജാനുവരിയിൽ കഴിഞ്ഞ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം, അതിന്റെ എക്സ്പ്ലനേഷൻസും ഏത് രീതിയിലാണ് നമ്മളത് നോക്കേണ്ടത് എന്നും കൂടി നോക്കാം കേട്ടോ. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഹരിവംശ് റായ് ബച്ചനെ കിസ് അംഗ്രേസി നാടക കാ ഹിന്ദി അനുവാദ് കിയാ ഹെ. വളരെ ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യമായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടക് അല്ലെ, നാട്ടകിന്റെ ഉദ്ഭവ വികാസ കാര്യങ്ങളൊക്കെ പഠിച്ച സമയത്തും അതുപോലെ തന്നെ ഈ അനൂദിതമായിട്ടുള്ള ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള നാടകങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഹരിവംശ് റായ് ബച്ചൻ ഇംഗ്ലീഷിലെ ഏത് നാടകത്തിനെയാണ് ഹിന്ദിയിലേക്ക് അനുവാദം ചെയ്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹാംലെറ്റ്, ഓപ്ഷൻ ബി ഒഥേലോ, ആൻഡ് ഓപ്ഷൻ സി മാക്ബത്ത്, ഓപ്ഷൻ ഡി റോമിയോ ആൻഡ് ജൂലിയറ്റ്. ആൻസർ കിട്ടി കാണുമെന്നാണ് വിചാരിക്കുന്നത് അല്ലെ, ഓൾറെഡി നമുക്ക് അറിയുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻസർ ഓപ്ഷൻ സി മാക്ബത്ത് ആണ് കേട്ടോ. ഓപ്ഷൻ സി മാക്ബത്ത് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. സോ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഒന്ന് നോക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മറ്റ് അനുവാദം ചെയ്ത നാടകങ്ങൾ എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പം ഹരിവംശ് റായ് ബച്ചൻ, നമ്മുടെ മാക്ബത്ത് ഷേക്സ്പിയറിന്റെ നാടകമാണെന്നും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. ഹരിവംശ് റായ് बच्चन ने शेक्सपियर के नाटक मैकबथ का हिंदी अनुवाद किया है. वर्ष 1958 1958 ദില്ലി में इस अनुवादित नाटक का मंचन किया था. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അനുവാദിതമായിട്ടുള്ള ഈ നാടകത്തിന്റെ മഞ്ചൻ ഏത് വർഷമാണ്? जिसमें बच्चन जी पत्नी तेजी बच्चन ने लेडी मैकबथ की भूमिका निभाई है. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബച്ചൻ സിംഗിന്റെ പത്നിയായിട്ടുള്ള തേസി ബച്ചൻ ലേഡി മാക്ബത്ത് ആയിട്ട് അഭിനയിച്ച ഒരു നാടകം കൂടിയാണ് ഈ പറഞ്ഞത് കേട്ടോ, മാക്ബത്ത് എന്നുള്ളത്. इस नाटक में मंचन का उद्घाटन तत्कालीन प्रधानमंत्री जवाहरलाल नेहरू ने किया है. അപ്പൊ ആ ഒരു നാടകത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ നാടകത്തിന്റെ ഉദ്ഘാടനം അന്നുണ്ടായിരുന്ന അന്നത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുജിയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് നാടകം അല്ലെങ്കിൽ അത് എഴുതിയ ആള് അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ അങ്ങനെ പഠിക്കുന്നതിന് പകരം ഇതിന്റെ ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മനസ്സിലാക്കി തന്നത്. ഓക്കെ, ഇതിൽ നിന്ന് മാത്രമല്ല എല്ലാ ഏരിയയിൽ നിന്നെടുത്ത ക്വസ്റ്റ്യൻസും വളരെ ഡീപ്പ് ആയിട്ടുള്ളതാണ്, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു അല്ലെ. നോക്കാം, അടുത്തൊരു ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. इसके अलावा उन्होंने शेक्सपियर के प्रसिद्ध नाटकों जैसे हैमलेट अदहा विकल्प एक भी तकनीक रूप से सही है. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അതായത് നമ്മുടെ ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുള്ള ഹാംലെറ്റും നമ്മുടെ ആര് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേഷൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ലേക്കിൻ സാമാന്യ ഉത്തരവും പക്ഷെ ജനറൽ ആയിട്ട് നോക്കുക, അതൊരു ടെക്നിക്കലി ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ റിയൽ ആയിട്ടുള്ളൊരു ഇതല്ല ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ओथेलो का भी अनुवाद किया है. ओके, हालांकि परीक्षाओं और संदर्भ में मैकबथ का उल्लेख उनके संबंधित सबसे चर्चित अनुवादों से एक है. അപ്പോൾ ഒഥെല്ലോയും ഹാംലെറ്റും എല്ലാം അല്ലെ വളരെ എന്താ പറയുക ഒരു ടെക്നിക്കൽ രീതിയിൽ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അത് മാക്ബത്ത് ആണ്. സോ ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ്ഡ് ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ബട്ട് വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് ഉത്തരം കിട്ടി കാണും അല്ലെ, ഒഥെല്ലോ. ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ആൽഹാ ഗണ്ട് കിസ് ഭാഷാ മീം രചിത് ഹെ. നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ആൽഹാ ഗണ്ട് എന്ന് തന്നെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആൽഹാ ഗണ്ടിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ ആൽഹാ ഗണ്ടിന്റെ മറ്റൊരു പേര് ഏതാണ്? അങ്ങനെയൊക്കെയാണ് സാധാരണ ചോദിക്കാറ്. ആൽഹാ ഗണ്ടിന്റെ ഭാഷയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ആദ്യകാലില് അല്ലെ, ആദ്യകാലില് രചനകള, അതിന്റെ രചനാക്കാർ, ഭാഷ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ആൽഹാ ഗണ്ട് ഏത് ഭാഷയിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവധി, ബുന്ദേൽഖണ്ഡി, വ്രജഭാഷ, ഖടി ബോലി. ഇത് കൺഫ്യൂഷൻ ആവേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ല, ബിക്കോസ് അവധി, വ്രജ്, ഖടി ബോലി, ബുന്ദേൽഖണ്ഡി. ഓക്കെ,
ഈസി ആയിട്ട് തന്നെ കിട്ടും എന്നാണ് വിചാരിക്കുന്നത്, കിട്ടിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഉത്തരം ബുന്ദേൽഖണ്ഡിയാണ് അല്ലെ. അവധിയിലുള്ളതാണെങ്കിലും ബ്രജ ഡിബോലി ഒക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ബാക്കിയുള്ളത് അറിയില്ല അല്ലെ, ഇതിന്റെ ആൻസർ അറിയില്ലെങ്കിലും ബുന്ദേൽഖണ്ഡി നമുക്കറിയാം പ്രാചീന കാലത്തുള്ള ഭാഷയാണ്. സോ അതാണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിരുന്നു അൽഹാഖണ്ഡിന്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ പരമാൽ റാസോവിന്റെ മറ്റൊരു പേരാണ് അൽഹാഖണ്ഡ് എന്നുള്ളത്. രചനാക്കാർ ആരാണ്? ജഗനിക് ആണ് അല്ലെ. आल्हागंड जिसे परमाल रासो भी कहा जाता है मुख्य रूप से बुंदेली या बुंदेलखंडी बोली में रचित एक वीर रस प्रधान लोक काव्य है. അങ്ങനെയും ചോദിക്കാം കേട്ടോ. നമ്മുടെ അൽഹാഖണ്ഡിലെ പ്രസിദ്ധ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രസം ഏതാണ്? ഏത് രസമാണെന്ന് വെച്ചാൽ വീരരസാണ്. इसकी रचना 12वीं शताब्दी 12ാമത് ശതാബ്ദിയും ജഗനിക് ദ്വാര की गई थी. അപ്പൊ ജഗനിക് ആണ് അത് ചെയ്തിട്ടുള്ളത്. जो मोहबा के രാജ പരമാൽ കെ ദർബാരി കവി അല്ലെ. പരമാൽ എന്ന് പറയുന്ന മുഹവേല രാജാവിന്റെ ദർബാരി കവിയായിരുന്നു ജഗനിക. इसमें ആൽഹ ഊദൽ की वीरता का वर्णन किया है. നമുക്കറിയാം ആൽഹ ഊദൽ എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ് അല്ലെ, രണ്ട് വ്യക്തികളുടെ വീരതയാണ് വർണ്ണിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അൽഹാഖണ്ഡ് എന്നൊരു പേര് ഇതിന് കിട്ടിയിട്ടുള്ളതെന്ന് കൂടി ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഭാഷയാണ് പറഞ്ഞത് ബുന്ദേൽഖണ്ഡി ഭാഷ. ഇതുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫൈൻ, क्लियर अल्ले. അടുത്ത ചോദ്യം. लोकायतन काव्य के कवि आमतौर पर किस वर्ग के पक्षधर होते हैं? അല്ലെ, ഒരു വളഞ്ഞു മൂക്കി പിടിക്കുന്ന രീതിയിലുള്ള ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ലോകായതന്റെ രചനാകാരല്ല, അതിന്റെ രചനാക്കാർ ഏത് വർഗില്ല അല്ലെ, ഏത് പക്ഷധരായിട്ടുള്ള കവിയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ലോകായതന്റെ കവി ആരാന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു പീരീഡും അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം ഓപ്ഷൻസ് വരുന്നത് രാജ മഹാരാജ, ശ്രമിക് ഓർ കിസാൻ വർഗ്, സാധു സന്ത്, ദേവത. കുറെ ആൾക്കാർ സാധു സന്ത് ഒക്കെ മാർക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധു സന്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഭക്തികാലിലായിരിക്കണം വരണ്ടാവുക. രാജ മഹാരാജ എന്ന് പറയുമ്പോൾ ആദ്യകാലിലായിരിക്കും. ആ രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ നമുക്ക് ആൻസർ യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഡി ദേവതയാണ്. ശ്രമിക് വർഗ് ഓർ കിസാൻ വർഗ് ആരാണ് ലോകായതന്റെ രചനാകാർ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഉത്തരം വരുന്നത് ശ്രമിക് ഓർ കിസാൻ വർഗ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ശ്രമിക് ഓർ കിസാൻ വർഗ്. ആൻഡ് ആരാണ് ലോകായതന്റെ രചനാകാർ? നോക്കൂ, നമുക്കറിയാം അല്ലെ, സുമിത്രാനന്ദൻ പന്താണ്. ഏകദേശം ഛായാവാദി പീരീഡിലാണ് അല്ലെ, ഏകദേശം എന്നല്ല, ഛായാവാദിലെ ചതുർസ്തംഭിൽ ഒരാളാണ് സുമിത്രാനന്ദൻ പന്ത്. നിരാല, മഹാദേവി, പന്ത്, പ്രസാദ് ജി അല്ലെ, ഇവർ 4 പേരും. നമുക്കറിയാം ഛായാവാദിലെ എന്താ പറയാ പ്രവർത്തികൾ എന്തൊക്കെയാണെന്നുള്ളത്. അവിടെ സാധാരണ ആയിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ കിസാൻ ശ്രമിക് വർഗുകളുടെയൊക്കെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഗാന്ധിവാദി വിചാരധാരയും അങ്ങനെയൊക്കെയുള്ള ഒരു രചനകളൊക്കെ ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നു. നോക്കാം. सुमित्रानंदन पंत द्वारा रचित महाकाव्य लोकायतन के कवि पंत जी मुख्य रूप से साधारण जनता, गांधीवादी विचारधारा, सामाजिक समानता और राष्ट्र पुनर्निर्माण के पक्षधर है. निरालेम अदाയിരുന്നു അല്ലെ. यह काव्य स्वतंत्र के पूर्व और भारतीय जनजीवन, ग्रामीण संस्कृति और सर्वोदय के आदर्श को समर्पित है. അപ്പൊ ഈ കാവ്യത്തിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് പൂർവ്വവും ശേഷവും അല്ലെ, സ്വാതന്ത്ര്യത്തിന് ശേഷവും മുൻപുമുള്ള ഭാരതീയ ജനജീവന്റെയാണ്. അതുപോലെ ഗ്രാമീൺ സംസ്കൃതിയിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കോൺസെപ്റ്റിലേക്ക് വരാം. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ്, ഓരോ കവികളും ഏത് പീരീഡിലുള്ളതാണ്, അതുപോലെ ആ ഒരു പീരീഡിലുള്ള പ്രവൃത്തികൾ എന്താണ്, ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരാറില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ബിക്കോസ് നമ്മൾ പ്രവൃത്തികൾ ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല നമ്മൾ പറയാറുണ്ട്. പക്ഷെ എന്താണ്, അതൊക്കെ നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഇത് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ചോദ്യമാണ്. ഇത് നമ്മുടെ ഭാരതീയ കാവ്യശാസ്ത്ര അല്ലെ നല്ലൊരു ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാണ്? ആചാര്യ മമ്മട്ട് ദ്വാരാ ബതായേ ഗയേ കാവ്യ കേ ഗുൺ കौन से हैं? ആചാര്യ മമ്മട്ട് പറഞ്ഞിട്ടുള്ള കാവ്യ ഗുണങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ പറയുന്നത് മധുരത, പ്രസാദ്, ഓജ്, സൗന്ദര്യം, ശിഷ്ടത, വിനമ്രത. ഓപ്ഷൻ ബിയില് പ്രസാദ്, മാധുര്യം, ഓജ്, സമത, സൗകുമാര്യ, ശൗര്യം. അടുത്തത് പ്രസാദ്, മാധുര്യ, ഓജ്, സമത, സൗകുമാര്യ, കാന്തി.
ഡിയില മാധുര്യം, ഓജ്, ലളിതത, ശിഷ്ടത, സൗന്ദര്യ, കരുണ. ഈ പ്രസാദ്, മാധുര്യ, ഓജൊക്കെ അല്ലേ എല്ലാത്തിലും വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട ഗുണങ്ങളാണ് 10 ഗുണം പറയുന്നതിൽ അല്ലേ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. പ്രസാദ്, മാധുര്യ, ഓജ്, സമത, സൗകുമാര്യ, കാന്തി. ക്ലിയർ അല്ലേ? കിട്ടിയില്ലേ ഉത്തരം? നോക്കാം, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണെന്ന് ഓർത്തെടുക്കേണ്ടത് നോക്കാം. ആചാര്യ മമ്മട്ടിനെ अपने सुप्रसिद्ध ग्रंथ काव्य प्रकाश ചോദിക്കാം. മമ്മട്ടിന്റെ രചന കാവ്യ പ്രകാശാണ്. മേം മുഖ്യ रूप से 3 काव्य गुणों को स्वीकार किया. മെയിൻ ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള 3 ഗുണങ്ങളാണ് മാധുര്യ, ഓജ്, പ്രസാദ്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസിൽ എല്ലാത്തിലും അതുണ്ടെന്ന് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ. അപ്പൊ ഹലാൻ, അതിന്റെ ഒപ്പം തന്നെ हालांकि वे वामन द्वारा बताए गए 10 शब्द गुण और 10 अर्थ गुण, कुल 20 गुण अല്ല 20 എണ്ണം का खंडन करते हुए और इन्हें 3 मुख्य गुण के अंतर्गत समाहित करते हैं. ബാക്കിയുള്ളതിനൊക്കെ ഖണ്ഡൻ ചെയ്തിട്ടാണ് ഈ ഒരു 3 ഗുണങ്ങളിലേക്ക് എത്തിയത്. और उन्हें इन्हीं 3 गुणों के अंतर्गत समाहित मानते हैं. और क्वेश्चन लेके വരുമ്പോൾ प्रश्न में दिए गए विकल्प के अनुसार विकल्प सी में मम्मट द्वारा स्वीकृत प्रमुख 3 गुण के साथ उन अन्य गुणों को भी उल्लेखन किया है जिन्हें उन्होंने अपनी विवेचन में स्थान दिया है. അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള മറ്റ് 2-3 എണ്ണം കൂടിയാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. സോ അത് അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. മുഖ്യ റൂപസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് ഇത് 3 എണ്ണം. ബാക്കിയുള്ളത് കൂടെ ഒന്ന് ആഡ് ചെയ്ത് പഠിക്കുക. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഈ മമ്മട്ടിന്റെ ഈ 3 ഗുണങ്ങളാണ് പഠിക്കാറുള്ളത് കേട്ടോ. അപ്പൊ മറ്റേത് കൂടെ ഒന്ന് നോക്കണേ. അപ്പം സാധാരണ രചനകളും തിയറീസും ഒക്കെ ചോദിക്കാറുള്ളതാണ് നമ്മുടെ ഭാരതീയ കാവ്യശാസ്ത്രത്തിൽ നിന്ന്. അതിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യം, പക്ഷെ എക്സ്പെക്റ്റഡ് ചോദ്യം തന്നെയാണ്. ഫൈൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം. ഡോക്ടർ രാംവിലാസ് ശർമ്മ का प्रमुख आलोचनात्मक ग्रंथ कौन सा है? അല്ലെ, ആലോചന, ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നുള്ളതാണ്. രാംവിലാസ് ശർമ്മയുടെ പ്രമുഖ ആലോചനാത്മക ഗ്രന്ഥം ഏതാ? സാഹിത്യക് ആലോചന, साहित्य और समाज, साहित्य का इतिहास, नाटक और कविता. കിട്ടിക്കാണെന്ന് വിചാരിക്കുകയാണ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സാഹിത്യ ഓർ സമാജ്, സൊസൈറ്റിനെ പറ്റിയും സമാജിനെ പറ്റിയുമാണ് അദ്ദേഹം കൂടുതലായിട്ട് ക്രിറ്റിസിസംസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആലോചനാത്മക ഗ്രന്ഥം വരുന്നത് സാഹിത്യ ഓർ സമാജ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. റിപ്പീറ്റഡ്ലി ചോദിക്കാത്ത കുറെ പുതിയ ചോദ്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, അദ്ദേഹത്തിന്റെ മറ്റ് ആലോചനാത്മക ഗ്രന്ഥം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നിരാലാക്കി സാഹിത്യ സാധന 3 ഭാഗമുണ്ട്. यह उनकी सबसे प्रमुख कृति मानी जाती है जिसमें निराला की व्यक्तित्व और कृतित्व का गहरा विश्लेषण किया है. നമ്മൾ നോക്കി വെക്കേണ്ടതാണ് കേട്ടോ. പ്രേംചന്ദ് और उनका युग, പ്രേംചന്ദ് के साहित्य की പ്രഗതിശീല വ്യാഖ്യ, അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ആലോചന. भारतेंदु हरिश्चंद्र और हिंदी नवजागरण, साहित्य के सामाजिक संदर्भ का विश्लेषण. आचार्य रामचंद्र शुक्ल और हिंदी आलोचना, शुक्ल जी के सिद्धांतों का समर्थन एवं विश्लेषण. परंपरा का मूल्यांकन इദ്ദേഹത്തിന്റെ തന്നെയാണ്. साहित्य में परंपरा और आधुनिकता का विश्लेषणात्मक चर्चा. ഓക്കെ, ഇത്രയും ഒക്കെ നോക്കി വെക്കേണ്ട ആലോചനകളാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസംസ് ആണ്. ഓക്കെ, 6ാമത്തെ ഒരു ചോദ്യം വരുന്നത് वह बूटा शरीर से दुर्बल पर मन से जवान था. इस वाक्य में कौन सा अलंकार है? നമ്മുടെ ഗ്രാമർ പോർഷനിലേക്ക് വരുന്ന സമയത്ത് അലങ്കാര, ഛന്ദ് അല്ലെ, അതിന്റെ ടൈപ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നില്ല. അപ്പം അത് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇതിൽ ഏത് അലങ്കാരം എന്ന് തന്നെയാണ് ചോദിക്കാറ്. നമുക്ക് ഇത്രയും എക്സാംസ് കഴിഞ്ഞതിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഒരു സെന്റൻസ് ആയിരുന്നു, അതിൽ അലങ്കാരം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ എ രൂപക്, യമക്, വ്യതിരേകി, ഉപമ. ഓക്കെ, എന്താണ് രൂപക്, യമക് എന്നൊക്കെ നമ്മളിവിടെ ഓർത്തെടുക്കണം. ഉപമ, വ്രീഷ അല്ലെ. കിട്ടിയോ? വ്യതിരേകാണ്. വഹ ബൂട്ട ശരീര സേ ദുർബല പർ മനസേ ജവാൻ. ആ വയസ്സായ സ്ത്രീ ശരീരം കൊണ്ട് ദുർബലയും മനസ്സുകൊണ്ടൊരു ജവാനുമാണ്. ജവാൻ എന്ന് പറഞ്ഞാൽ ഒരു യങ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് ജവാൻ എന്ന് പറയുന്നത്. ഇവിടെ ഉപമ എന്ന് പറയുമ്പോൾ ഒരു കമ്പാരിസൺ ആണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല, വളരെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ഒരു ദുർബലയായിട്ടുള്ള ആള് മനസ്സുകൊണ്ട് സ്ട്രോങ് ആണ്,
വീക്കായിട്ടുള്ള ഒരാളെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് അല്ലെ. നോക്കാം എന്തായിരുന്നു വ്യതിരേക अलंकार എന്തായിരുന്നു പറയുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഉണ്ടാവും. व्यतिरेक अलंकार को अलंकार का एक भेद है जहां उपमेय എന്താ നമുക്കറിയാം. जिसकी तुलना की जाए है को उपमान जिससे तुलना की എന്തുമായിട്ടാണോ കമ്പയർ ചെയ്യുന്നത് से अधिक श्रेष्ठ है അല്ലെ. ഉപമേയ എപ്പോഴും ഉപമാനക്കാട്ടിലും ശ്രേഷ്ഠമാണ്. ഗുണവാൻ യാ ബെട്ടാ ചട്ടാക്കർ ബത്തായാ ജാതാ ഹെ. സിമ്പിൾ ആയിട്ട് ആ ബെട്ടാ ചട്ടാക്കർ ഒന്ന് നോക്കിയാൽ മതി അല്ലെ. ഒരു കാര്യത്തിന് നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് പറയാണ്. ലൈക്ക് അല്ലെ, വളരെ വയസ്സായ വളരെ ദുർബലമായിട്ടുള്ള ആള്, ബട്ട് ഹി ഈസ് ലൈക്ക് എ ജവാൻ അല്ലെ. അതാണ് സോ അതാണ് ബെട്ടാ ചട്ടാക്കർ बताया जाता है. सामान्य उपमा में उपमान श्रेष्ठ होता है लेकिन व्यतिरेक में उपमेय का उत्कृष्ट श्रेष्ठता दर्शाता है. സാധാരണ നമ്മൾ ഉപമ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉപമാനായിരിക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആള്, ശ്രേഷ്ഠമായിട്ടുള്ളത്. പക്ഷേ വ്യതിരേകില് ഉപമയ്ക്കായിരിക്കും ശ്രേഷ്ഠത ഉണ്ടാവുക. ആ ഒരു ഡിഫറൻസസ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉപമയും വ്യതിരേകം തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാകും. സോ വി ക്യാൻ ആൻസർ ഇറ്റ് ഈസിലി. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് കാണാതെ പഠിക്കുന്നതിനുപരി ഇതൊക്കെ ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഏതാണ് അലങ്കാരം എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കും. ഫൈൻ. ഏഴാമത്തെ ചോദ്യം മറ്റൊരു സ്ഥിരം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇൻമേം സംഗത് ജോഡ കൗൺസാ ഹെ. ഇതില് സംഗതായിട്ടുള്ള ജോഡി ഏതാണ് അല്ലെ. വളരെ ആപ്റ്റ് അല്ലെങ്കിൽ റെലവെന്റ് ആയത്, കറക്റ്റ് ആയത് എന്നുള്ള അർത്ഥം. സംഗതിയുടെ ഓപ്പോസിറ്റ് അസംഗതും, അതും ചോദിക്കാറുണ്ട്. തെറ്റായ പേർ ഏതാണെന്നും ചോദിക്കാറുണ്ട്. ദളിത് സാഹിത്യക സൗന്ദര്യ ശാസ്ത്ര ഹർപാൽ സിംഗ് ആറുഷ്. പ്രേംചന്ദ് സാഹിത്യ में दलित चेतना डॉक्टर बलवंत साधु जादव. दलित साहित्य रचना और विचार डॉक्टर पुरुषोत्तम सत्यप्रेमी. मुख्यधारा और दलित സാഹിത്യ ശരൺ കുമാർ നിംപാലെ. ശരൺ കുമാർ നിംപാലയുടെ ഒക്കെ ദളിത് സാഹിത്യം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതെല്ലാം ദളിത് സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രചനകളാണ്. ഫൈൻ. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ജോഡി? സംഗത് ജോഡ കൗൺസാ ഹെ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ജോഡ? ഓപ്ഷൻ ബി ആണ് അല്ലെ. പ്രേംചന്ദ് സാഹിത്യമേയും ദളിത് ചേതന ഡോക്ടർ ബൽവന്ത് സാധു ജാദവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റുള്ളതൊക്കെ ആരുടെയാണെന്ന് കൂടി നമ്മൾ ഈ സമയത്ത് ഓർത്തെടുക്കണം. ചില സമയത്ത് നമുക്ക് അങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. തെറ്റായിട്ടുള്ള ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റാനായിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ തെറ്റായ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്താലും മതി. ദളിത് സാഹിത്യക സൗന്ദര്യ ശാസ്ത്രം പ്രകാശ് വാത്മീകിയുടെ രചനയാണ് കേട്ടോ. ബാക്കി ദളിത് സാഹിത്യ രചന ഓർ വിചാർ, അതുപോലെ മുഖ്യധാര ഓർ ദളിത് സാഹിത്യ രണ്ടും നോക്കണം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ദളിത് സാഹിത്യത്തിലെ രചനകൾ അത് ഏത് വിധേയിലാണെന്നും ചോദിക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് ആത്മകഥയാണോ ആ രീതിയിലൊക്കെ. ആത്മകഥകളാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അതുപോലെ ദളിത് സാഹിത്യത്തിലുള്ള രചനാകാർ അവരുടെയൊക്കെ പേരുകളൊക്കെ നോക്കി വെക്കണേ. ശരൺകുമാർ നിംപാലയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. നെക്സ്റ്റ് വൺ, നിമ്നലിഖിത വാക്യോം കെ ആധാർ പർ ഉത്തർ ലിഖിയെ. താഴെ കൊടുത്തിട്ടുള്ള സെന്റൻസസിന്റെ ആധാറിൽ ഉത്തരം എഴുതാനാണ്. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എന്താ പറയുക പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ രീതിയിൽ വരിക. നോക്കിക്കേ, എല്ലാം നമ്മുടെ ആദ്യകാലിലെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. രേവന്ത് ഗിരിദാസ് ദേവ്സേൻ കി രചന ഹെ. രേവന്ത് ഗിരിദാസ് ദേവ്സേൻ കി രചന ഹെ. ശരിയാണോ? അല്ല അല്ലെ. ഭരതേശ്വർ ബാഹുബലി റാസ് മുനി ജിൻ വിജയ് കി രചന ഹെ. ഓപ്ഷൻ സി ആൽഹാഖണ്ഡ് നരപതി നാൾ കി രചന ഹെ. അത് നമുക്ക് കറക്റ്റ് ആണെന്ന് അറിയാം. നരപതി നാൾ. ദോഹ കോച്ച് സർഹബ കി രചന ഹെ. അതും ശരിയാണ്. ഇനി ഓപ്ഷൻ 1ഉം 2ഉം ആണ് നമുക്ക് തെറ്റായിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കാനാണ് വേണ്ടത് കേട്ടോ. പറഞ്ഞ രേവന്ത് ഗിരിദാസ് ആരുടെയാണ്? രേവന്ത് ഗിരിദാസ് വിജയസേൻ സുരിയുടെ രചനയാണ് അല്ലെ. വിജയസേൻ സുരിയാണ്. ഭരതേശ്വർ ബാഹുബലി റാസോ ശാലിഭദ്രസുരിയാണ് അല്ലെ. ഭരതേശ്വർ ബാഹുബലി റാസ് ശാലിഭദ്രസുരിയുടെയാണ്. പെഹ്ലാ ഗ്രന്ഥ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടല്ലോ ഭരതേശ്വർ ബാഹുബലി റാസ്. സോ അപ്പം 1ഉം 2ഉം തെറ്റാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് ഒന്ന് നോക്കാം കേട്ടോ. ആക്ച്വലി ഒരു ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മുടെ റെക്ടിഫൈഡ് ആൻസർ കീഴിലാണെങ്കിലും നമ്മൾ ചാലഞ്ച് ചെയ്തതിലാണെങ്കിലോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല എന്നുള്ളതാണ്
കറക്റ്റ് കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം 1ഉം 2ഉം സഹിയല്ല, ഒരിക്കലുമല്ല. 1 തെറ്റാണ്, 2ഉം തെറ്റാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൽ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഫോർ ലിറ്റിൽ മോർ ക്ലാരിഫിക്കേഷൻ നമ്മൾ 1-2 പോയിന്റ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. രേവന്തഗിരി റാസു, റാസു എന്നല്ല റാസ് എന്നാണ്. 1231 അല്ലെ 1231 ईस्वी विजय से सूर्य द्वारा रचित एक प्रसिद्ध जैन रासो काव्य. अब जैन रासो काव्य रेवंतगिरी दास. ओके, रास भरतेश्वर बाहुबली भी जैन साहित्य के विशिष्ट स्थान प्राप्त करती है. इस ग्रंथ को जैन साहित्य की रास परंपरा का प्रथम ग्रंथ माना. प्रथम ग्रंथ എന്നുള്ള പേരിൽ ഭരതേശ്വർ ബാഹുബലി റാസിനെ അറിയപ്പെടുന്നുണ്ട്. इसकी रचना 1184 शालिभद्र सूरी ने की थी. ये अपने समय के प्रसिद्ध जैन आचार्य तथा अच्छे कवि थे. അവരുടെ ആ പീരീഡിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജൈന ആചാര്യനാണ് നമ്മുടെ ശാലിഭദ്ര സുരി എന്നുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഇങ്ങനെയാണ് വരുന്നത്, 1ഉം 2ഉം തെറ്റാണ് എന്നുള്ളത്. ഫൈൻ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 9ാമത്തെ ചോദ്യമാണ്. എഗെയിൻ ഒരു പാശ്ചാത്യ കാവ്യശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഭാരതീയ ചോദിച്ചു, ഇനി പാശ്ചാത്യ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. प्लेटो ने किस प्रकार का शैक्षिक संस्थान का स्थापना किया था? പ്ലാറ്റോന്റെ രചനകള്, പ്ലാറ്റോന്റെ സിദ്ധാന്തം അല്ലെ, അരസ്തുവിന്റെ സിദ്ധാന്തം, പ്ലാറ്റോന്റെ രചനകളൊക്കെയാണ് എപ്പോഴും ചോദിക്കാറ്. ഇതൊരു ശൈക്ഷിക് സംസ്ഥാൻ की स्थापना किया था प्लेटो ने, इसका नाम क्या है എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ലൈബ്രറി, ഓപ്ഷൻ ബി അക്കാദമി, ഓപ്ഷൻ സി മഠ്, ഓപ്ഷൻ സി ഡി വരുന്നത് വിശ്വവിദ്യാലയം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ചോദ്യം. അക്കാദമി, അക്കാഡമിയ അല്ലെങ്കിൽ അക്കാഡമി, അക്കാദമി എന്നൊക്കെ കാണാം. എല്ലാം സെയിം തിങ് തന്നെയാണ്. പ്ലേറ്റോന്റെ ശൈക്ഷിക് സംസ്ഥാനം ഒരു അക്കാഡമി എന്ന് പറയും. ഫൈൻ. സോ നമ്മുടെ പ്ലേറ്റോ അല്ലെ, പ്ലേറ്റോന്റെ ഗുരു സുക്രാത്താണ്, അതുപോലെ ശിഷ്യയാണ് അരസ്തു, അതുപോലെ അദ്ദേഹത്തിന്റെ രചനകളായിട്ടുള്ള റിപ്പബ്ലിക്, യോൺ ഒക്കെ പറയുന്നത്. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അക്കാദമിയുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് ആണ്. प्लेटो ने एथेंस में अकादमी नामक शैक्षिक संस्था की स्थापना की थी. एथेंस അദ്ദേഹത്തിന് ജനിച്ച സ്ഥലമാണ് കേട്ടോ. जो पश्चिमी दुनिया के पहले उच्च शिक्षा संस्थानों में से एक मानी जाता है. ആ രീതിയിലും ചോദിക്കാം. പശ്ചിമി ദുനിയയിലെ ആദ്യത്തെ ഹയർ എഡ്യൂക്കേഷൻ വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അക്കാദമി. लगभग 387 अल्ले 387 ईसाई पूर्व में स्थापित किया एक दार्शनिक विद्यालय था, जहां दर्शन शास्त्र, गणित, खगोल विज्ञान जैसे विषयों पर शिक्षा और शोध होता था. ओके, എന്തൊക്കെയാണ് അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ഫിലോസഫി, അതുപോലെ ഗണിത, മാത്സ് ആണ്. ഖഗോൽ വിജ്ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രോളജി, അസ്ട്രോണമി ഒക്കെ, ആസ്ട്രോളജി ഓക്കെ, ആസ്ട്രോളജിയിലെ ആസ്ട്രോണമി ഓക്കെ വാട്ട് എവർ, അത് രണ്ടും ഒക്കെ പഠിപ്പിച്ചിരുന്നു കേട്ടോ. അപ്പം അത്രയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അക്കാഡമി ചോദിക്കാറുള്ള ചോദ്യമാണ് കേട്ടോ, എല്ലാവർക്കും അറിയുന്നൊരു ചോദ്യമായിരിക്കണം ഇത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. സുമേളിത് കീജിയെ എന്നാണ്, മാച്ച് ചെയ്യാനാണ് കേട്ടോ. ഓം പ്രകാശ് വാത്മീകി, മുർധിയ, തുളസിറാം, ദോഹറ അഭിഷാപ്, കൈലാസ് വൈസയന്തി, ജൂട്ടൻ, മാതാ പ്രസാദ്, ചോപ്പട്ടി സെ രാജ്ഭവൻ തക്. ഓം പ്രകാശ് വാത്മീകി, ചൂട്ടൻ നമുക്കറിയുന്നതാണ്, കൈലാസ് വൈസയന്തി, ദോഹറ അഭിഷാപ്. ഓക്കെ, നോക്കാം. ഓപ്ഷൻസ് 4 എണ്ണമാണ് വരുന്നത്. A3, B1, C2 and D4. രണ്ടാമത്തെ ഓപ്ഷൻ A3, C6 അല്ല കേട്ടോ, B2, B2, C1, D4 ആൻഡ് ഓപ്ഷൻ സി വരുന്നത് A4, B2, C1, D3. നാലാമത്തെ ഓപ്ഷൻ A3, B4, C2 and D4. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. A3, B1, C2 ആൻഡ് D4. ഓരോന്നും ഇങ്ങനെ ബാക്കിലേക്ക് പോകുന്നതിനെക്കാട്ടിയും 4 നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് വർഷവും ഒക്കെ ആയിട്ട്. ജൂട്ടൻ 1997 ആണ്. ओम प्रकाश वात्मीकि द्वारा रचित हिंदी दलित साहित्य का अत्यंत प्रभावशाली और प्रतिनिधित्वात्मकता है ആത്മകഥയാണ് ജൂട്ടൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ നമ്മൾ ദളിത് എന്ന് പറയുമ്പോൾ, ദളിത് സാഹിത്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പറയുന്ന പേരാണ് ഓം പ്രകാശ് വാത്മീകി, അദ്ദേഹത്തിന്റെ ജൂട്ടൻ കേട്ടോ.
അടുത്തത് മുർദിയ തുളസിറാമാണ്. एक आत्मकथा उनके बचपन और सामाजिक संघर्ष का जीवित चित्रण है. ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് മുൻപ് അല്ലേ, ദളിത് സാഹിത്യത്തിൽ കൂടുതലും ആത്മകഥകളാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അപ്പം മുർദിയ എന്ന് പറയുന്നത് തുളസിറാമിന്റെ 2010 ആത്മകഥയാണ്. അടുത്തത് ദൊഹാര ബിഷാബാണ്, 1999. कैलाश वैसंत्री द्वारा लिखी दी ये कृति दलित महिलाओं द्वारा झेले जाने वाले दोहरा उत्पीड़ित जाति और लिंग का രേഖാങ്കിത് करती है. ഇപ്പം ദളിത് സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ജാതി ലിംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ദൊഹാര അഭിഷാബ്. चौपटी से राजभवन तक माता प्रसाद 2002. माता प्रसाद की एक आत्मकथा उनके साधारण परिवार से उठाकर राज्यपाल जैसे उच्च पद में जाने की സംഘർഷപൂർണ്ണ യാത്രക്കോ ദർശാത്ത ഹെ. അപ്പൊ സാധാരണ ഒരു ചോപ്പട്ടിയിൽ ജനിച്ച അവിടെ നിന്ന് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് രാജ്യപാലിൽ വരെ എത്തുന്ന ഒരു സംഘർഷപൂരിതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ലൈഫ്. മാതാ പ്രസാദ് അതാണ് 2002 ആണ് കേട്ടോ. അപ്പം 1997, 2002, 1999, 2002 ഏകദേശം എല്ലാം ഒരു അല്ലെ മോഡേൺ പീരീഡിലുള്ള രചനകളാണ്. ഇതിൻ്റെയൊക്കെ വർഷങ്ങളും നോട്ട് ചെയ്ത് വെക്കണേ. ഫൈൻ. അതുപോലെ മെയിനായിട്ടുള്ള ഈ പറഞ്ഞ കണ്ടന്റ് എന്താണെന്നുള്ളത് കൂടി നോക്കി വെക്കാം. ക്ലിയർ അല്ലേ? സോ ഈ ഒരു സെക്ഷനിൽ നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മൾ ചെയ്ത തെറ്റുകൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്തത് എന്നൊക്കെ നമുക്ക് മനസ്സിലായി കാണും. തെറ്റായവരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ശരിയായവർ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് നമ്മുടെ പഠിത്തം മാറ്റേണ്ടത് എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടി കാണും. സോ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ, താങ്ക് യു ആൻഡ് കീപ് ഡൂയിങ്.